ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ മാർച്ച് മുഴുവൻ സഹപ്രവർത്തകരും അവിടെ ഇരിക്കുന്നതാണ്. നമ്മുടെ മുഴുവൻ കവർ ചെയ്യാനുള്ള അവസരം കൊടുത്തുകൊണ്ട് നമ്മുടെ മുഴുവൻ ആൾക്കാരും ആരും നോക്കേണ്ട ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സഹായിക്കുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി വി രാജേഷ് അവർ അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ കെ രാമപ്രസാദ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനപ്രതിനിധികളെ, മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. സ്വാഗത പ്രസംഗത്തിൽ ഈ കോർപ്പറേഷനിലെ കൗൺസിലറും BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഗിരികുമാർ ഈ സമരത്തിന്റെ വിഷയം സൂചിപ്പിച്ചു. ഈ സമരത്തിന്റെ വിഷയം ഗിരികുമാർ സൂചിപ്പിച്ചാലും ഇല്ലെങ്കിലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒരു പൊതുവിഷയം എന്നുള്ളതിലുപരി ഈ സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയുടെയും ജീവന്റെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇത് കേരളത്തിലും കേരളത്തിന് പുറത്തും കേരളത്തെ അറിയുന്ന ജനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇന്നലെ ജോയിക്ക് സംഭവിച്ചത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ എനിക്കോ എന്റെ കുറ്റവാക്കോ സംഭവിക്കാം എന്നുള്ള ആശങ്കയിലാണ് ജനങ്ങൾ. ഈ ആശങ്ക അവസാനിപ്പിക്കേണ്ടത് BJPയുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ആവശ്യമല്ല, ഈ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്, ഈ നാടിന്റെ ആവശ്യമാണ്. ഈ ജോയിയെ കാണാതായ നിമിഷം മുതൽ ഇന്ന് രാവിലെ വരെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും നൂറുകണക്കിന് ആൾക്കാരാണ് ഈ കോർപ്പറേഷനിലെ ഒരു തിരുത്തൽ ശക്തിയായ പ്രതിപക്ഷ കക്ഷിയായിട്ടുള്ള BJPയെ ഓരോ കൗൺസിലർമാരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. ശാശ്വത പരിഹാരം വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ പറഞ്ഞു ഭരണം ഞങ്ങളുടെയിലല്ല. ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ കൗൺസിൽ യോഗം വിളിച്ചാൽ ഞാൻ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കേൾക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി BJPയുടെ കൗൺസിലർമാർ, അതായത് 1/3 അംഗസംഖ്യ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കൗൺസിൽ യോഗം വിളിക്കാമെന്നുള്ള നിയമമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 15 കത്തെങ്കിലും മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ കൗൺസിലിന് വേണ്ടി ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര മണിക്കാണ് വിളിക്കുന്നത്? 4 മണിക്ക്. രാവിലെ 10 മണിക്ക് പ്രവർത്തനം ആരംഭിച്ചാൽ അന്ന് 4 മണിക്കാണ് ഇവിടുത്തെ മേയർ കൗൺസിൽ യോഗം വിളിക്കുന്നത്. 4 മണിക്ക് വിളിച്ച് ബെല്ലടിച്ച് അവിടെ വന്ന് അനുശോചന പ്രകടനമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവതരിപ്പിച്ച് കഴിയുമ്പോൾ 4:40 ആവും. അത് കഴിയുമ്പോഴേക്കും ചായ വരും. ചായയൊക്കെ കുടിച്ച് വരാത്തവരുടെ ലീവൊക്കെ പറഞ്ഞ് അറ്റൻസ് ഒക്കെ മാർക്ക് ചെയ്യുമ്പോഴേക്കും 5 മണിയാവും. ഞാൻ ചോദിക്കട്ടെ, 5 മണിക്ക് അവർ അജണ്ട വായിച്ച് ചർച്ച ചെയ്ത് ആരംഭിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം പോലുള്ള ഒരു 12 ലക്ഷം 13 ലക്ഷം ജനസംഖ്യയുള്ള ഒരു ദിവസം 2-3 ലക്ഷം ആൾക്കാർ വന്നു പോകുന്ന ഒരു നഗരത്തിലെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ട് ഇവർക്ക് രാവിലെ 10 മണിക്ക് കൗൺസിൽ യോഗം വിളിച്ചുകൂടാ? എന്തുകൊണ്ട് വിളിച്ചുകൂടാ? 5 ആകുമ്പോഴേക്കും യോഗം പിരിച്ചുവിടും. കാതലായ വിഷയങ്ങളിലേക്ക് തിരുവനന്തപുരത്തെ BJPയുടെ കൗൺസിലർമാർ ചർച്ച തുടങ്ങുമ്പോഴേക്കും ഏതെങ്കിലും ഒരു CPM കൗൺസിലർ എഴുന്നേറ്റ് തടസ്സപ്പെടുത്തും, മേയർ സഭ പിരിച്ചുവിടും. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? രേഖകളെടുത്ത് പരിശോധിച്ചു. ഏതെങ്കിലും ഒരു മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ദിവസം രാവിലെ 10 മണിക്ക് ആരംഭിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഉച്ചവരെ ഒരു 3 മണിക്കൂറെങ്കിലും എങ്ങനെ പരിഹരിക്കാമെന്ന് ചർച്ച ചെയ്ത ഒരു കൗൺസിൽ യോഗമെങ്കിലും ആര്യ രാജ്യത്തിന് മുന്നേറ്റത്തിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കൗൺസിൽ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്നാണ് ഞാൻ പറയുന്നത്. അത്രത്തോളം രാജ്യമാണ് മാർക്സിസ്റ്റ് പാർട്ടി ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ ദിവസം MP രാജേഷ്, ബഹുമാനപ്പെട്ട മന്ത്രി, ഒരു ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യത്തെ 6 മണിക്കൂർ സംസാരിച്ച് അദ്ദേഹം പോയി. പക്ഷേ അവിടെ രാജേഷ് ചോദ്യത്തിന്റെ കുന്തമുനയൊക്കെ നീട്ടിവെച്ചത് കരാറുകാരനിലേക്കും റെയിൽവേയിലേക്കുമാ. രാജേഷ് ചോദിച്ചു, കരാറുകാരൻ എന്റെ ജോലിക്ക് മുൻകരുതൽ എടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നു, രാജേഷ് നിങ്ങൾ നോക്കിക്കോ, ആ കരാറുകാരൻ എന്ന് പറയുന്ന ബിജു ഉണ്ടല്ലോ, PWD, കേരള സംസ്ഥാന സർക്കാരിന്റെ PWD രജിസ്റ്റർ കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിന്റെ നമ്പർ സിവിൽ 11-50-2022 ബിജു, അദ്ദേഹത്തിന്റെ ഐഡന്റി കാർഡ്. ഇത് CITUവിൽ അഭിനയിക്കുന്ന സംഘടനയാ. PWD കോൺട്രാക്ടേഴ്സ് ഫെഡറേഷനിലെ CITUവിലെ അംഗമാണ് ഈ കരാർ തൊഴിലാളി. മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൈരളി കണ്ടെത്തിയാലും വെളിയിൽ കൊടുക്കില്ല.
തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ്, സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള CITയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രാക്ടർമാരുടെ സംഘടനയിലെ അംഗമാണ് ഈ ബിജു. ഞാനൊക്കെ മറുപടി പറയാം. അപ്പൊ ആരാ കൊടുക്കേണ്ടത്? സംസ്ഥാന സർക്കാരിന്റെ PWD രജിസ്റ്റേർഡ് കോൺട്രാക്ടർ ആണെന്നുണ്ടെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നോക്കേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ? അവർക്കല്ലേ റെയിൽവേ കരാർ കൊടുത്തിരിക്കുന്നത്? അവർക്കല്ലേ? എത്ര മന്ത്രിമാരെ കളം പറയാൻ ഇറങ്ങിയിരിക്കുന്നത്? ആദ്യം ശിവൻകുട്ടി വന്നു. ശിവൻകുട്ടിയുടെ നാടകമൊക്കെ കഴിഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് ശിവൻകുട്ടിയുടെ കയ്യിൽ നിൽക്കുന്നില്ല. ജനദോഷം എല്ലാവരും മനസ്സിലാക്കിയിട്ട് എവിടെന്നോ കിഷൻകുട്ടി മന്ത്രിയെയും രാജീവ് മന്ത്രിയെയും MP രാജേഷ് മന്ത്രിയെയും കൂടി കൊണ്ടുവന്നു. 3 മന്ത്രിമാർ വന്നു. സ്വാഭാവികമായിട്ടും കള്ളം പറയാനും മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കേണ്ടി വരും. പിറ്റേ ദിവസം രാവിലെ മുതൽ രാജേഷ് വീണ്ടും വന്നു. അതിനുശേഷം രാജേഷും ഗോവിന്ദ മാഷും ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കാണിക്കുകയാണ്. നിങ്ങൾ 2-2.5 ദിവസം ആ സ്കൂബ ഡൈവേഴ്സിനെയും ആ പാവപ്പെട്ടവരെയും ഒക്കെ തന്നെ ടോയ്ലറ്റ് മാലിന്യം പോലുമുള്ള ആട്ടിലിറക്കി മുക്കിയപ്പോഴേക്കും ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് തൊട്ടപ്പുറത്ത് റെയിൽവേയുടെ കോമ്പൗണ്ടിന് അപ്പുറത്ത് നിങ്ങൾ തപ്പിയില്ല? നിങ്ങളുടെ നല്ല പരിശ്രമം റെയിൽവേ കോമ്പൗണ്ടിൽ നിന്നും ഓടി കിട്ടണമെന്നുള്ളതായിരുന്നു. പക്ഷേ സത്യം അങ്ങനെയായിരുന്നില്ല. റെയിൽവേ കോമ്പൗണ്ടിനകത്ത് കൂടി വെള്ളം ഒഴുകി പോകുന്നത് കുറെ മാലിന്യം ഓടൊക്കെ ഉണ്ട്. പക്ഷേ വെള്ളം ഒഴുകി, അതുകൊണ്ടല്ലേ ആ ഓടി അപ്പുറത്ത് പോയത്? എന്തുകൊണ്ട് ചോരയുടെ മൃതശരീരം കിടന്ന സ്ഥലത്ത് താഴേക്ക് ഒഴുകിയില്ല? പഴവങ്ങാടി ആ ഭാഗത്ത് ആശുപത്രിയിൽ നിന്ന് ഉപേക്ഷിച്ച കിടക്ക വരെയുള്ള ടൺ കണക്കിന് മാലിന്യം താഴെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ചോരയുടെ മൃതശരീരം താഴേക്ക് പോകുന്നത്. റെയിൽവേ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. ഞാനോട് ചോദിക്കുന്നു, നിങ്ങൾ റെയിൽവേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എല്ലാ മന്ത്രിമാരും വന്ന് കള്ളം പറയുമ്പോഴേക്കും ഞാൻ ചോദിക്കട്ടെ, ഒരു 12 കിലോമീറ്റർ നീളമുള്ള ആമേയം ഞാൻ ചോട് റെയിൽവേയിലൂടെ കടന്നു പോകുന്ന 112 കിലോമീറ്റർ മാത്രമാണ് മാലിന്യം. ഞാൻ വെല്ലുവിളിക്കുന്നു, കേരള സംസ്ഥാനത്തിന്റെയോ ഈ കോർപ്പറേഷന്റെ പ്രതിനിധികൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ വരാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ താങ്കളോടൊപ്പം നടക്കാൻ തയ്യാറാണ്. ഈ ആമേയം ഞാൻ തോടും പാർവതി കുട്ടനാടും ആരംഭിക്കുന്ന സ്ഥലം മുതൽ അവസാനിക്കുന്ന സ്ഥലം വരെ മാലിന്യങ്ങൾ ടൺ കണക്കിന് കെട്ടിക്കിടക്കുന്നത് ഞങ്ങൾ പറഞ്ഞു തരാൻ കാട്ടുതരാം. VK പ്രസാദ് ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹം കൂടെ കണക്കുകൾ പറയുകയാ. സുഹൃത്തുക്കളെ, 10 കോടി രൂപയാണ് കിച്ചൺ ബിൻ വാങ്ങാന്റെ പേരിൽ കണക്കെഴുതിയെടുത്തത്. 1300 രൂപ 400 രൂപയ്ക്ക് കോയമ്പത്തൂർ മാർക്കറ്റിൽ കിട്ടുന്ന പ്ലാസ്റ്റിക് വാങ്ങിയിട്ട് പാവപ്പെട്ട ആൾക്കാരെ പറ്റിച്ചിട്ട് 10 കോടി രൂപ 50,000 കിച്ചൺ ബിൻ വെച്ചെന്നാ പറയുന്നത്. 500 എണ്ണം എന്റെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചു. ഇനോക്കളെ കിട്ടാനില്ല, പ്രവർത്തിക്കുന്നില്ല. ഒറ്റ വീട്ടിൽ പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ പൈപ്പ് പ്രമോഷൻ പറഞ്ഞുകൊണ്ട് പണം കെട്ടിയെടുത്തു, പ്രവർത്തിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 3-4 വർഷമായി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒരുപാട് സമയം തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വിഷയം പോസിറ്റീവായിട്ട് ജനങ്ങൾക്ക് ഗുണകരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത വാർത്തകൾ ആരെങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഒന്നുകിൽ തൊഴിൽ തട്ടിപ്പ്, അല്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാരൻ തട്ടിപ്പ്, അല്ല എന്നുണ്ടെങ്കിൽ പട്ടിയെ വണ്ടി കഴിക്കുന്നതിനുള്ള തട്ടിപ്പ്, അല്ലെങ്കിൽ കൊതുക് പ്രവർത്തിക്കുന്നതിനുള്ള തട്ടിപ്പ്, അല്ല എന്നുണ്ടെങ്കിൽ മാലിന്യ സംസ്കരണത്തിന്റെ തട്ടിപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ആനാവൂർ യൂണിവേഴ്സിറ്റി വഴി അനധികൃത നിയമനം കൊടുത്ത തട്ടിപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ നേരം ഭർത്താവും കൂടി KSRTC ആനാണ്ട് നടന്ന തട്ടിപ്പ്. ഇതല്ലാതെ ഈ തോന്നിയാസങ്ങൾ ചർച്ച ചെയ്യാനല്ലാതെ ഏതെങ്കിലും മാധ്യമം ശക്തമായിട്ട് BJP വിമർശിക്കുന്ന ഒരു മാധ്യമത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നു, തിരുവനന്തപുരത്തിന്റെ ശാപമാണ് വേറെന്ന് വിളിച്ചു പറയുന്നത് കേട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം നഗരത്തിലെ ശാപമായി മാറിയ ഒരു കുട്ടി നിങ്ങളുടെ പാർട്ടി കമ്മിറ്റികളിലൊക്കെ തന്നെ സമ്പൂർണ്ണ പ്രായം നിങ്ങളുടെ പാർട്ടിയെ തകർത്തു, മക്കളോട് പെരുമാറാൻ അറിയില്ല, മനുഷ്യരോട് ധാർഷ്ട്യം എന്ന് നിങ്ങൾ വിലയിരുത്തിയതായിട്ട് എല്ലാ മാധ്യമങ്ങളും ഒരുമിച്ച് വാർത്ത കൊടുക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ പറയുന്നു, ഇനിയുള്ള 1.5 വർഷം കൊണ്ട് നീ എന്ന് തുറന്നു. നിന്റെ മനുഷ്യൻ വെക്കാനാണില്ല, ഉള്ളതിൽ വെച്ചെന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ തുറന്നു. ഉള്ളതിന് തീർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എങ്ങനെ അറിയാലോ. അവർ അടുത്തിരിക്കുന്നവരോട് എന്തൊക്കെ കലാപരിപാടികളാണ് നടത്തുന്നത് വന്നു. ഇവിടെ ബാലസംഘം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സ്കൂൾ കുട്ടികളുടെ കൂടെ ജോലിയെടുത്ത് നടന്നു എന്നുള്ളതാണ് നേതാക്കാൻ കണ്ട മാനദണ്ഡം. നേതാക്കാൻ കണ്ട മാനദണ്ഡം ബാലസംഘം ജോലിയെടുക്കുന്നതാണ്. മത്സരം പിടിച്ചിരിക്കുന്ന 4 ഫോട്ടോ എടുത്തിട്ട് പിണറായി വിജയന്റെ തിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ 15 ലക്ഷം ജനങ്ങൾ ജീവിക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ സാധിക്കുമോ? അവർ പറയുന്ന പുതിയ ആൾക്കാരെ കൊണ്ടൊന്ന് ഭരണം പഠിപ്പിക്കുന്നത് എന്താ? ഡ്രൈവിംഗ് സ്കൂളാ? ഇത് ഡ്രൈവിംഗ് സ്കൂളാണോ? പുതിയ ആൾക്കാരെ കൊണ്ടൊന്ന് പഠിപ്പിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടിൽ വിലയിരുത്തൽ ഡ്രൈവിംഗ് സ്കൂളാണോ? പറയാൻ തയ്യാറാകണം. എങ്ങനെ കാര്യത്തിൽ എൽബോർഡ് കുറച്ചോ? എങ്ങനെയെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ എൽബോർഡെങ്കിലും ആര്യാരാജൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് പിന്നാലെ സൂക്ഷിച്ചിട്ട് പഠിക്കപ്പോണ് എന്ന് എൽബോർഡ് വയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് മാറ്റി തയ്യാറാകണം. പിണറായി തയ്യാറാകണം. ഞാൻ കേൾക്കുന്നില്ല. മാധ്യമങ്ങൾ
അന്വേഷിച്ച് കണ്ടെത്തണം. എങ്ങനെയാണെന്ന് അറിയാം. ഈ മുരളീധരൻജി ഈ വിഷയം വളരെ സജീവമായിട്ട് സംസാരിക്കും. കാരണം അദ്ദേഹം ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഈ മാലിന്യ വിഷയത്തിൽ 2010 മുതൽ വളരെ വലിയ പോരാട്ടങ്ങൾ നടത്തിയത്. 2014 അന്ന് 6 സീറ്റ് ഉണ്ടായിരുന്നു. 2015 35 സീറ്റായിട്ട് വർദ്ധിച്ചുവെങ്കിൽ അന്ന് മാലിന്യ പ്രശ്നത്തിൽ ബിജെപി നടത്തിയ പോരാട്ടമാണ് എന്ന് ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കും. അദ്ദേഹം വിശദമായിട്ട് കാര്യങ്ങളൊക്കെ തന്നെ പറയും. ഞാൻ ഒറ്റ സംഭവം കൂടി പറയാം. മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കണം. കഴിഞ്ഞ ഒരു 4 മാസം മുമ്പുള്ള ഒരു സംഭവം നടന്നു. അതായത് ഇവിടെ ഇപ്പോ ഞാനൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുണ്ട്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഒരു 10-30% മാത്രമേ അഴിമതിക്കാരുള്ളൂ. ബാക്കി 70-70% നല്ല ആൾക്കാരാണ്. ഒരു 30% ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ എന്താ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരെയും പറയുന്നില്ല. വൈകുന്നേരം ഹോട്ടലിൽ ചെന്നിട്ട് പാക്കറ്റ് വാങ്ങിക്കുക. പാക്കറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവർ ഫൈൻ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ കലാപരിപാടിയുള്ള ഒരു 10-30% ഉദ്യോഗസ്ഥന്മാരുണ്ട്. ബാക്കി ഒരുപാട് സത്യസന്ധരായിട്ടുണ്ട്. ഞങ്ങളൊക്കെ വളരെ മാന്യമായിട്ട് നന്നായിട്ടാണ് അവർ പെരുമാറുന്നത്. അത് ശാന്തിയുടെ അനുഭവങ്ങളുണ്ടായിരിക്കും ഒരു പക്ഷേ. എന്നാലും നല്ല രീതിയിൽ അവരൊക്കെ പെരുമാറുന്നത് സത്യസന്ധരായ. കാരണം കള്ളവോട്ട് കഴിഞ്ഞാൽ ബിജെപിയുടെ വോട്ടെടുത്ത് മാറ്റിയ ശാന്തി ഇപ്പോ ഉണ്ടെന്നുകയാണ്. അതുകൊണ്ട് ഞങ്ങളോട് കുറെ ഉദ്യോഗസ്ഥന്മാർ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. ചില സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ ഓട്ടോറിക്ഷയിൽ മാലിന്യം കൊണ്ട് തള്ളാൻ ചെന്നതിനെ ചാക്കയിലിട്ട് രാത്രി പിടിച്ചു. അതായത് ചാക്കിൽ കോഴി തല, പൂച്ചത്തല, അല്ലെന്നുണ്ടെങ്കിൽ ആടിന്റെ തല, ഇതൊക്കെ ആയിട്ട് ആശുപത്രി എന്ന ഹോട്ടൽ കേസൊക്കെ ആയിട്ട് ചെന്ന ഒരു ഓട്ടോറിക്ഷയെ പിടിച്ചു. ഉദ്യോഗസ്ഥന്മാർ രാത്രിയല്ലേ കൊണ്ടുവന്നു. ഇവിടെ ഓട്ടോയിൽ കൊണ്ടിട്ടു. ഫൈൻ അടിക്കാനുള്ള നടപടികളുമായി രാവിലെ ചെന്നപ്പോ ഇവിടത്തെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എത്തുകയാ. മാർക്സിസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ച ആളാ ഇവിടെ എത്തിയിട്ട് പറയുന്നു, ആ ഓട്ടോറിക്ഷ CPM-ന്റെ ഒരു പാവപ്പെട്ട പ്രവർത്തകന്റേതാണ്. ആ മാലിന്യം കൊണ്ടുപോയി നമ്മുടെ സഖാക്കന്മാരാണ് ഓട്ടോ വിട്ടു കൊടുക്കണം. നിങ്ങൾ അന്വേഷിച്ചു നോക്കി. ഞാൻ ഉത്തരവാദിത്തോടെ പറയുകയാ. ആ ഓട്ടോയ്ക്ക് ഒരു പേരും ഫൈൻ അടിച്ചില്ല. അതിനുശേഷം പകരം ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. ആ ഉദ്യോഗസ്ഥനെ നടപടി സ്വീകരിച്ചു. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പിന്നീട് മാലിന്യം കൊണ്ട് തള്ളാൻ നടന്നു? ഇവിടെ ഉത്പാദിപ്പിക്കുന്ന മാലിന്യം ചാക്കുകെട്ടിലാക്കിയിട്ട് പണം വാങ്ങിക്കൊണ്ട് ഇവിടെ ഈ ഓറായി തള്ളുന്ന ഇവിടുത്തെ പ്രശ്നം. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിനെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. നാളെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഒരു ചൗക്കനാണ് അവിടെ നടക്കുകയാണ്. UDF-ന്റെ ഇനിയിപ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ നേതാക്കന്മാരും വെള്ളയിലേക്ക് രാവിലെ മാലിന്യത്തിനെതിരെ പ്രതികരിക്കാൻ ഞാൻ നിങ്ങളോട് പറയാമല്ലോ. നിങ്ങൾ BJP കൗൺസിലർമാർ എന്നോട് കൂടിയതിനു ശേഷമാ ഇപ്പൊ 10 പേര് ഈ മണ്ണെണ്ണ ജിമ്മിൽ കത്തുന്നത് പോലെ ഏതോ ബോർഡായിട്ടുണ്ട്. എന്നിട്ട് CPM-ന്റെ നല്ലൊരു ആക്രമണം വരുമ്പോഴേക്കും എല്ലാവരും ഭയം വിട്ടു പോകും. എല്ലാവരും പോകും. നാളെ ഇവിടെ വന്ന് ഈ വാർത്തയിൽ നടത്തും നിങ്ങൾക്കറിയാം. പക്ഷേ എന്തെങ്കിലും ആത്മാർത്ഥമുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന കോർപ്പറേഷൻ കൗൺസിലുകളിൽ അന്തമായിട്ട് പോരാട്ട രംഗത്തിറങ്ങണം. മിനിമം ഞങ്ങൾ പോരാട്ടം നടത്തുകയും ഒളിച്ചോടുകയും ചെയ്യില്ല. കസേരയിൽ വന്നിരിക്കണമെന്ന് എനിക്ക് നിങ്ങളോട് പറയുവാണ്. ഞാൻ സൂചിപ്പിക്കുന്നില്ല. ഈ പരിപാടി ഈ തിരുവനന്തപുരത്തെ വീണ്ടെടുക്കുവാനുള്ള വളരെ വലിയൊരു പോരാട്ടത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. BJP-യുടെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ, BJP-യുടെ സംസ്ഥാന ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെ ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ ഞങ്ങൾ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട്, പിന്തുണ അർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് വി മുരളീധരൻജി തന്നെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രശ്നം തിരുവനന്തപുരത്ത് എന്നല്ല കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി പരിഹരിക്കുവാനുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗമായി പ്രഖ്യാപിക്കുന്നതിന് നോക്കാണ്. ഇവിടെ ഈ കോർപ്പറേഷനിലേക്ക് നടക്കുന്ന ഈ മാർച്ചിന് നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ VV രാജേഷ്, പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ശ്രീ രാമൻപിള്ള സാർ, ശ്രീ S സുരേഷ്, ശ്രീ ശിവൻകുട്ടി, ശ്രീ ഗോപകുമാർ, ശ്രീ അശോക് കുമാർ, മറ്റ് കോർപ്പറേഷൻ കൗൺസിലർമാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ, ഈ സമരത്തിൽ പങ്കാളികളായിട്ടുള്ള തിരുവനന്തപുരത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഔന്നത്യത്തിനേറ്റ കളങ്കമാണ് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായത്. മറ്റാരോ സൃഷ്ടിച്ച മാലിന്യം സ്വന്തം കൈകൊണ്ട് വൃത്തിയാക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട ജോയിയുടെ സ്മരണയ്ക്ക് മുന്നിൽ
ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ആദ്യമായിട്ട്. പ്രധാനമന്ത്രി എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രധാന സേവകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അവർ ജനങ്ങളുടെ സേവകരാണ്, ജനങ്ങളുടെ ദാസന്മാരാണ്. ഇവിടെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിമാർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി? മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് അന്വേഷിച്ചാൽ വസ്തുതാപരമായിട്ട് പരിശോധിക്കുന്ന ഏതൊരാളും എത്തിച്ചേരുന്ന ഉത്തരം ഒന്ന് മാത്രമാണ്: കേരളത്തെ ഭരിച്ചു മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ മരണത്തിന് ഉത്തരവാദി, മറ്റാരുമല്ല. എന്തുകൊണ്ട്? ആരുടെ ചുമതലയിലാണ് ആമയെഴുഞ്ചാൻ തോട്? സംസ്ഥാന ജലസേചന വകുപ്പിനാണ് ഇതിന്റെ ചുമതല. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ചുമതല ആർക്കാണ്? മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കോർപ്പറേഷൻ വഴി നടപ്പിലാക്കേണ്ടതാണ്. അപ്പൊ തോടിന്റെ പരിപാലനത്തിന്റെ ഉത്തരവാദിത്തം അത് സർക്കാരിൻ്റെത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഉത്തരവാദിത്തം അത് നഗരസഭയുടേത്. ഇത് രണ്ടിലും ഉണ്ടായിട്ടുള്ള വീഴ്ചയുടെ ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ള ഒരു ധാരണയിലാണോ ഈ പ്രചരണം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഉത്തരവാദിത്ത ബോധത്തെ കുറിച്ച് പറയുമ്പോ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുണ്ട്. അദ്ദേഹം നാട്ടുകാർക്ക്, ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ലാതിരുന്ന കാലത്ത് അദ്ദേഹം കുടുംബസമേതം യൂറോപ്യൻ ടൂറിലായിരുന്നു. പെൻഷൻ കൊടുക്കാൻ പണമില്ല, പക്ഷെ അദ്ദേഹത്തിനും കുടുംബത്തിനും യൂറോപ്യൻ ടൂർ നടത്താൻ ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ മേയറുടെ കാര്യം, മേയറുടെ കമ്പം മുഴുവൻ കാറോട്ടത്തിലാണ്. കാരണം KSRTC ബസ്സിനെ ഓടിച്ചു പിടിക്കുക. ഈ കാറിന്റെ പിൻസീറ്റിൽ ഇരുന്നിട്ട് KSRTC ബസ്സിന്റെ ഡ്രൈവറുടെ സീറ്റിൽ ഇരിക്കുന്ന ഡ്രൈവർ കാണിക്കുന്ന ആക്ഷൻ, ആ ആക്ഷൻ മേയർക്ക് കാണാം. പക്ഷേ സ്വന്തം കൺമുന്നിലുള്ള മാലിന്യ കൂമ്പാരെ കാണാൻ മേയർക്ക് കണ്ണില്ല. KSRTC ബസ്സിലെ ഡ്രൈവറുടെ ആക്ഷൻ കാറിന്റെ പിൻസീറ്റിൽ ഇരുന്ന് കാണാൻ കഴിയും. ഇതാണ് കേരളത്തിലെ നമ്മുടെ ഈ മേയറുടെ സ്ഥിതി. ഈ ഉത്തരവാദിത്വം 12-13 കിലോമീറ്ററാണ് ആമയിഴഞ്ചാൻ തോട്. റെയിൽവേയുടെ പരിധി എത്രയാ? 117 മീറ്റർ. ആ 117 മീറ്ററിനകത്തേക്ക് കടക്കുന്ന സ്ഥലത്ത് റെയിൽവേ വേലി സ്ഥാപിച്ചിട്ടുണ്ട്. തുറന്നു കിടക്കുന്ന പ്രദേശത്ത് 13 മീറ്റർ ഉയരത്തിൽ റെയിൽവേ കമ്പിവല കെട്ടിയിട്ടുണ്ട്. ഈ ആമയിഴഞ്ചാൻ തോട് കടന്നു പോകുന്ന വഴികളിൽ മുഴുവൻ, ആ വഴികളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ആളുകളിൽ ആർക്കെങ്കിലും റെയിൽവേ നോട്ടീസ്, സംസ്ഥാന സർക്കാർ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളിലൊക്കെ അവിടെ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം, ആ മാലിന്യം ഈ തോട്ടിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാ? പണ്ട് നമ്മുടെ വെളപ്പിൽ ശാലയുണ്ടായിരുന്നു.
എനിക്കറിയാം പഴം കാടി